കണ്ടുപിടുത്തത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രമേയമുള്ള നല്ല കോമഡി സെൻസ് വളരെ കുറച്ച് ആർട്ടിസ്റ്റുകളാണെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്തായാലും ഞാൻ ഈ പടം ഇഷ്ടപ്പെട്ടു. ഡിഫറെൻറ്റ് മൂവിയാണ്, ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റംപ്റ്റ് ആണ്, കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആണ്. ഞാൻ നന്നായിട്ട് ഗ്രാഫിക്സ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മൂവിയാണ്, കാണാൻ ശ്രമിക്കുക. പദ്ധതി പടം കൊള്ളാം, മൊത്തത്തിൽ പടം കുഴപ്പമില്ല. എങ്ങനെയുണ്ട് പടം? എങ്ങനെയുണ്ട്? ഗഗനചാരി സിനിമ കണ്ടു. മികച്ച ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണ്. ഒരു ഏലിയൻ അനുഗ്രഹ ജീവിയുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് 2040 2020 നടക്കാൻ പോകുന്ന എക്സ്പെക്ടേഷൻ സംഭവങ്ങളാണ് കാഴ്ചവെക്കുന്നത്. നമ്മുടെ അനാർക്കലി മരക്കാർ ഗംഭീരമായിട്ടും തകർത്തഭിനയിച്ചിട്ടുണ്ട്. ഫൈറ്റ് ആണെങ്കിലും റൊമാൻസ് ആണെങ്കിലും ഒരു ഏലിയൻ എക്സ്പീരിയൻസ് ആണെങ്കിലും മികച്ച എക്സ്പീരിയൻസ് ആണ്. ഫാന്റസി ഡിഫറെൻറ്റ് സ്റ്റോറിയാണോ? ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്, ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ്. ഗോകുൽ സുരേഷൊക്കെ മികച്ചതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഗണേഷ് കുമാറിന്റെ സീരിയസും കോമഡി നിറഞ്ഞ റോളാണ് ഇത്. തീർച്ചയായും ഒരു ഫാന്റസി മോഡലും ഒരുക്കിയ സിനിമയായതുകൊണ്ട് മുത്തുകോവിന് ശേഷം മികച്ചതായിട്ട് കോമഡി രൂപത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. അടിപൊളി കുഴപ്പം ഡോക്യുമെൻ്ററി മോഡലൊരു സാധനം വന്നേക്കണേ. അപ്പം ഓഡിയൻസിനെ ദഹിക്കുമെന്ന് അറിയത്തില്ല, പക്ഷേ ഞാനത് കാണണമെന്ന് വെച്ച് തന്നെ വന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം വന്നിട്ടില്ല. അതുകൊണ്ട് ഭയങ്കര രസം ഉണ്ടായിരുന്നു കാണാനായിട്ട്. പിന്നെ പഴയ അജി വർഗീസിനെ കാണാം, ഭയങ്കര നല്ല കോമഡി ആയിട്ടുണ്ട്. പിന്നെ ഗോകുലേടൻ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൊത്തത്തിൽ നല്ല അനാർക്കലി മലയാളത്തിൽ ഇതുവരെ കാണാത്ത ടൈപ്പാണ്. അതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് എങ്ങനെ ദഹിക്കുമെന്ന് അറിയാൻ പാടില്ല. ഏതാ ഭയങ്കര നല്ല കോമഡിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രമേയത്തിനകത്ത് 3 പേരേ ഉള്ളൂ, വലിയ ലൊക്കേഷൻ ഒന്നുമില്ല. അതുപോലെയൊക്കെ തന്നെയാണ്, ഒരു വലിയ ലൊക്കേഷൻ ഒന്നുമില്ല, പക്ഷേ ഭയങ്കര രസമായിട്ട് തന്നെ എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ നീറ്റ് VFX ആണോ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഫ്യൂച്ചറായിട്ടുള്ള മറ്റേ ഇന്ത്യയും കാര്യങ്ങളൊക്കെ കാണും. അതിൻ്റേതായ കുറച്ച് കോമഡിയും കാര്യങ്ങളും AI വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി പടമെന്ന് വെച്ചാൽ ഞാൻ അരുൺ ചന്ദുവിനോട് കുറേ നാളായിട്ട് വർക്ക് ചെയ്യണമായിരുന്നു. എനിക്ക് ഈ പടത്തിന് ആക്ച്വലി കുറേ ഇൻപുട്ട് കൊടുക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റിയൊരു പടമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്ടർ ഞാൻ തമ്മിൽ ഭയങ്കര പരിപാടിയായിരുന്നു. മനസ്സിലായത് അങ്ങനെ വർക്ക് ചെയ്ത പടമാണ് ഈ പടത്തിൻ്റെ അടുത്ത്. അനാർക്കലി സോ ബേസിക്കലി പുള്ളിക്കാരി ഫസ്റ്റ് ഹാഫിൽ സംസാരിക്കാൻ പറ്റില്ല, സെക്കൻഡ് ഹാഫിലാണ് മറ്റേ വോയിസ് ഒക്കെ കിട്ടുന്നത്. വെറൈറ്റി ഒരു പരിപാടിയായിരുന്നു. ഇംഗ്ലീഷ് പടങ്ങളായിരുന്നു മോസ്റ്റ്ലി, കാരണം നമ്മൾ മറ്റേ കോമിക് ഫാൻസ് ഒക്കെ ആയതുകൊണ്ട് ഗെയിം കളിക്കുന്ന ആൾക്കാരൊക്കെ ആ ഒരു മൂഡ് പടമാണ്. ഗഗനചാരി ഒരു നല്ലൊരു മൂവിയാണ്. അതുപോലെ ഒരു ഏലിയൻ പടം കാണാൻ സാധിച്ചു. നമ്മുടെ ഗോകുൽ സുരേഷ് ഒരുപാട് വ്യത്യസ്തമായ സിനിമകൾ കാഴ്ചവെക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നല്ലൊരു പെർഫോമൻസ് സിനിമയിലുണ്ട്. പിന്നെ അതുപോലെ എന്താ പറയുക, മന്ദാകിനിക്ക് ശേഷം ഒരു വ്യത്യസ്തമായ പ്രമേയമായിട്ട് നായിക എത്തി. എന്തായാലും ഈ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും. ഇനിയും കുടുംബ പ്രേക്ഷകർ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമ കാണാൻ. കാരണം ഇതുപോലൊരു സിനിമ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല. സത്യം പറഞ്ഞു, ഇത് ആദ്യമായിട്ടൊരു പരീക്ഷണ ചിത്രം എന്ന് തന്നെ പറയാം. പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിനകത്ത് വരുന്നുണ്ടെങ്കിലും ഇവർ ആ കഥാപാത്രമായിട്ട് ജീവിച്ചു പോവുകയാണ്. എന്തായാലും നല്ലൊരു സിനിമ, എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക. നല്ലൊരു മൂവി.